കലഞ്ഞൂർ ലൈവ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വാഹനം രൂപകൽപ്പന ചെയ്ത് 10ാം ക്ലാസ്സുകാരൻ ശ്രദ്ധേയനാകുന്നു. കല്ലറയത്ത് കണിയാൻവിളയിൽ ജി പ്രകാശിൻ്റെയും സരിതയുടെയും മകൻ കലഞ്ഞൂർ മോഡൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി പി ആദിത്യനാണ് സോളാർ കാർ നിർമ്മാതാവ്. ആദിത്യൻ നിർമ്മിച്ച ഇന്ധനച്ചെലവില്ലാത്ത പുകരഹിത 4 ചക്ര വാഹനത്തിൽ 12 വാട്ട്സിൻ്റെ 0.59 ആംപിയർ ഉള്ള 2 സോളാർ പാനലുകളാണ് സൗരോർജ്ജ ശേഖരണത്തിനായി വയ്ക്കുന്നത്. ഒപ്പം DC ആൻഡ് AC സംവിധാനത്തിലുള്ള ഇൻവെർട്ടറും ക്രമീകരിക്കും. സോളാർ പവർ ഇല്ലാത്തപ്പോൾ വാഹനം ഓടിക്കാൻ സ്കൂട്ടറിന്റെ എഞ്ചിൻ വെച്ചിട്ടുണ്ട്. ബോഡിയും കവറിങ്ങുമൊക്കെ നിർമ്മിക്കാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് ആദിത്യൻ കലഞ്ഞൂർ ലൈവ് ന്യൂസിനോട് പറഞ്ഞു. പത്തനംതിട്ട വെട്ടിപ്പുറത്ത് 2 വീലർ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് പിതാവ് പ്രകാശ്. മകന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി അനുവദിക്കുന്നില്ലെങ്കിലും അവന്റെ മനസ്സിലെ ആശയങ്ങളും സാങ്കേതിക താൽപ്പര്യങ്ങളും മെക്കാനിക്കായ അച്ഛന് മാനിക്കാതിരിക്കാനായില്ല. അങ്ങനെയാണ് പരിസ്ഥിതി സൗഹൃദ വാഹനത്തിന്റെ ആദ്യ രൂപമായി ഇത് മാറിയത്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ സർക്കാർ വിദ്യാലയമായ കലഞ്ഞൂർ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ കലഞ്ഞൂർ സ്വദേശി ആദിത്യൻ്റെ മുഴുവൻ പേര് പി ആദിത്യൻ എന്നാണ്. ആദിത്യൻ സ്വന്തമായി നിർമ്മിച്ച സോളാർ കാറാണ് ഇന്ന് സ്കൂളിൽ പ്രദർശനത്തിനായിട്ട് എത്തിച്ചിട്ടുള്ളത്. ആദിത്യനോടൊപ്പം തന്നെ ആദിത്യൻ്റെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അധ്യാപകർ ഒക്കെ അവൻ്റെ ഈ പ്രയത്നത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഇന്ന് അവൻ്റെ ഇത്രയും വലിയ ഒരു പ്രയത്നം സഫലമായ ദിവസമാണ്. സ്കൂൾ അസംബ്ലിയിൽ മുഴുവൻ കുട്ടികളുടെ അസംബ്ലി വിളിച്ചുകൂട്ടി സ്കൂൾ അസംബ്ലിയിൽ കാറ് പ്രദർശിപ്പിക്കുകയും കുട്ടികളുടെ മുന്നിൽ കാറ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് കാണിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് ആദിത്യൻ മാറിയിരിക്കുകയാണ്. എനർജി എങ്ങനെ സേവ് ചെയ്യാം, സോളാർ എനർജി വഴി എങ്ങനെ കൂടുതൽ പുതിയ മോട്ടോർ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചൂണ്ടുപലകയാണ് ആദിത്യൻ്റെ ഈ കുട്ടിക്കാർ. ആദിത്യൻ എല്ലാവിധമായ അഭിനന്ദനങ്ങളും സ്കൂളിന് വേണ്ടി നേരുകയാണ്. ഈ കാറിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള ആദിത്യൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇപ്പോൾ ചാനലുമായി കൊണ്ടുള്ളതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ വണ്ടി കൊണ്ടുവന്ന്. അപ്പോൾ ഈ ഇവിടുത്തെ ടീച്ചർമാരോട് പറഞ്ഞപ്പോൾ ടീച്ചർ രാവിലെ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാം, അപ്പോൾ പ്ലാൻ വരച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പ്ലാൻ വരച്ചു. ടീച്ചർ പറഞ്ഞു നല്ലതാ, ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 9ാം ക്ലാസ്സിൽ നിർമ്മിക്കാൻ തുടങ്ങിയത് 10ാം ക്ലാസ് അവസാനത്തോടെ തീർന്നു. ഇത് സോളാർ വഴിയാണ് ഈ വണ്ടി ചാർജ് ചെയ്യുന്നത്. പിന്നെ പെട്രോൾ വഴി, മോട്ടോർ വഴി ഈ വണ്ടി പോവുകയും. എന്നെ സഹായിച്ച എൻ്റെ മാതാപിതാക്കളാണ്. അച്ഛനാണ് എൻ്റെ ഈ വണ്ടി ഉണ്ടാക്കാൻ സഹായിച്ചത്. ഇതിന് 20,000 രൂപ ചിലവായിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മാതൃക നിർമ്മിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ആദിത്യൻ എന്ന കുട്ടിയാണ്. അതിൻ്റെ പിന്നിലുള്ള ഒരു ആവശ്യകതയെന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ അവർക്ക് ഒരു ഊർജ്ജ പരിപാലനം, എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനാണ്. അപ്പോൾ ഒരു വാഹനം നിർമ്മിക്കുന്നതിലൊക്കെ വളരെ ടെക്നിക്കലായിട്ട് നല്ല സ്കില്ലുള്ള ഒരു കുട്ടിയാണ് ആദിത്യൻ. അപ്പോൾ ആദിത്യൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഒരു വാഹനം നിർമ്മിക്കണം. അത് പ്രത്യേകിച്ച് ഊർജ്ജ പ്രതിസന്ധിയുടെ ഇക്കാലത്ത് ഊർജ്ജം പരമാവധി നമുക്ക് ലഭ്യമായിട്ടുള്ള, അതായത് വളരെ ചെലവ് കുറഞ്ഞ് ലഭ്യമായിട്ടുള്ളതും എന്നാൽ പരിസര മലിനീകരണം ഇല്ലാത്തതുമായിട്ടുള്ള ഊർജ്ജം ഉപയോഗിച്ചുള്ള ഒരു വാഹനം നിർമ്മിക്കുക, അതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ടീച്ചേഴ്സ് ചേർന്ന് വളരെ സപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ ഒരു 11 മാസത്തോളം എടുത്തു ഇത് നിർമ്മിച്ച് എടുക്കാനായിട്ട്. അതിൻ്റെ പിന്നിലെ മാതാപിതാക്കളുടെ നല്ല പിന്തുണയുണ്ടായിരുന്നു. അത് അച്ഛനാണെങ്കിൽ പിന്നെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല സപ്പോർട്ടോടുകൂടി ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആദിത്യൻ നല്ല ഇങ്ങനെയുള്ള ടെക്നിക്കൽ സ്കില്ലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കാലത്ത് വളരെ പ്രസക്തിയുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ പരിസര മലിനീകരണം. അപ്പോൾ ഇതിന് രണ്ടിനും ഒരു പരിഹാരമാണ് സൗരോർജ്ജത്തിൽ, അതായത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സായ അല്ലെങ്കിൽ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആയിട്ടുള്ള സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നു ഈ വാഹനം. സൗരോർജ്ജം ലഭ്യമല്ലാത്ത സമയത്ത് പെട്രോളിനും പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ നല്ല ഒരു മാതൃകയാണ് കുട്ടി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവനെ 8 മുതൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ആദിത്യ എന്ന പേര്. അപ്പം അന്നേ ഇവന് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇങ്ങനെ വണ്ടി ഉണ്ടാക്കണം. അപ്പോൾ അത് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് നോക്കി കുറേയൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു.
സന്തോഷം. അങ്ങനെ ഇത്രയും വരെ എത്തി അതിലെനിക്ക് എന്താ സന്തോഷമുണ്ട്. ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് പോട്ടെ. അങ്ങനെ ഓരോ കുട്ടികളും അങ്ങനെ വരുവാണെങ്കിൽ നല്ലതാണ്. താങ്ക് യു. വണ്ടി ഉണ്ടാക്കാനുള്ള ആശയം ഞങ്ങൾക്ക് കുഞ്ഞിൽ 8ാം ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഫിസിക്സിൻ്റെ ലാസ്റ്റത്തെ ചാപ്റ്ററിനകത്ത് ഉണ്ട്. ആ ഒരു ചാപ്റ്ററിനകത്തുള്ള ആശയം വെച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി ഉണ്ടാക്കാൻ ഒരു ആശയം കിട്ടിയത്. കാരണം റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി ആയിരിക്കണം, അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ഉണ്ടാവരുത്. പിന്നെ പെട്രോളിനെ പറ്റി പറയുമ്പോൾ അതൊരു ഫോസിൽ ഫ്യൂവലാണ്. ഇപ്പോൾ ഈ ഒരു കാലത്ത് ഫോസിൽ ഫ്യൂവലിൻ്റെ അളവ് വളരെ കുറഞ്ഞുകൊണ്ട് വരിക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയർ പൊല്യൂഷനും രണ്ടും കൂടെ പറ്റത്തില്ല. അതുകൊണ്ട് റിന്യൂവബിൾ ആയിട്ട് എനർജി എല്ലായിടത്തും കിട്ടുന്ന തുച്ഛ പ്രൈസിൽ കിട്ടുന്ന ഒരു എനർജിയാണ് സോളാർ എനർജി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് സോളാർ പാനൽ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ ഈ വണ്ടിയുടെ പണി ഇനി തീരാൻ പോകുന്നില്ല. കാരണം ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങളത് സോൾവ് ചെയ്യാനുള്ള പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇപ്പോൾ പെട്രോളിൻ്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യം സോളാർ കിട്ടി. അതിന് മുന്നേ ആലോചിച്ചത് ഹൈഡ്രജൻ ഉപയോഗിച്ച് ചെയ്യാം. ഹൈഡ്രജൻ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളതാണ്. ഞങ്ങൾ ആ ഒരു ചിന്ത ഒഴിവാക്കി സോളാർ എന്നൊരു കണ്ടന്റിലേക്ക് എത്തിച്ചേർന്നു. പിന്നെ ഇത്രയും പേരുടെ പിന്തുണയും സപ്പോർട്ടും ഉള്ള ടീച്ചർമാരാണ് ഞങ്ങൾക്ക് ഉള്ളൊരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ചോദിക്കും. ടീച്ചർ പറയും ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അതിനെപ്പറ്റി കറക്റ്റ് ഒരു തന്നപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കത്തി. അങ്ങനെയാണ് ഈ വണ്ടി ചെയ്തത്. നേരറിവിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി കലഞ്ഞൂർ ലൈവ് ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്.